പ്രിയമുള്ളവരെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് എത്രത്തോളം സീറ്റുകൾ കിട്ടും എന്നതിന്റെ വിശകലനങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. വ്യത്യസ്ത മാധ്യമങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട അവരുടെ നിഗമനങ്ങൾ പുറത്തുവിടുന്നത്. ആദ്യമൊക്കെ വലിയ നേട്ടം യു ഡി എഫിന് പ്രവചിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വളരെ അടുത്ത അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് മത്സരം എന്ന രീതിയിലാണ് മാധ്യമങ്ങളുടെയൊക്കെ വാർത്തകൾ പുറത്തു വരുന്നത്. എൽ ഡി എഫ് പരാജയപ്പെട്ടിട്ടില്ല എന്ന് സ്ഥാപിക്കുവാൻ ചില മാധ്യമങ്ങളൊക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഏകദേശം 5%-ലധികം വോട്ടുകളുടെ വ്യത്യാസമുണ്ടെങ്കിലും ഏതൊക്കെയോ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ കടുത്ത മത്സരം, അല്ലെങ്കിൽ എൽ ഡി എഫിന് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മൂന്നാം ഊഴം കിട്ടിയേക്കാം എന്ന രീതിയിലുള്ള മാധ്യമ നിഗമനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ചില മാധ്യമങ്ങളുടെയൊക്കെ വിശകലനങ്ങളൊക്കെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ മനോരമയുടെ അഭിപ്രായ പ്രകാരം എൽ ഡി എഫിന് 59 സീറ്റാണ് പ്രവചിക്കുന്നത്, യു ഡി എഫിന് 79 സീറ്റ് പ്രവചിക്കുന്നുണ്ട്, എൻ ഡി എക്ക് 2 സീറ്റ് പ്രവചിക്കുന്നുണ്ട്. മാതൃഭൂമിയുടെ വിശകലന പ്രകാരം 74 സീറ്റ് യു ഡി എഫിന് പ്രവചിക്കുന്നുണ്ട്, 64 സീറ്റ് എൽ ഡി എഫിന് പ്രവചിക്കുന്നുണ്ട്, 2 സീറ്റ് എൻ ഡി എക്ക് പ്രവചിക്കുന്നുണ്ട്. ചില സർവേകളൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില വിശകലനങ്ങളൊക്കെ യു ഡി എഫിന് 86 സീറ്റ് വരെ പറയുന്നുണ്ട്. പക്ഷേ മാതൃഭൂമിയുടെ ഈ നിഗമന പ്രകാരം നമ്മൾ തിരുവനന്തപുരം ജില്ല എടുക്കുകയാണെങ്കിൽ അവിടെ അവരുടെ നിഗമനം എന്ന് പറയുന്നത് 12 സീറ്റാണ് എൽ ഡി എഫിന്, 2 സീറ്റ് എൻ ഡി എക്ക്, യു ഡി എഫിന് സീറ്റുകളൊന്നുമില്ല. അത് കുറച്ചു വിരോധാഭാസമായ ഒരു വിലയിരുത്തലാണ്. അവിടെ യു ഡി എഫിന് അവർ സീറ്റുകളൊന്നും ലഭിക്കില്ല എന്ന് പറയുന്നത്, 12 സീറ്റ് എൽ ഡി എഫിനും എൻ ഡി എക്ക് 2 സീറ്റും എന്ന് പറയുന്നത്. കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു റിസൾട്ട് എടുത്ത് നോക്കിയാൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ആകെ 28 ജില്ലാ പഞ്ചായത്തുകൾ ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ 13 സീറ്റുകൾ യു ഡി എഫ് നേടിയിട്ടുണ്ട്, 15 സീറ്റാണ് എൽ ഡി എഫ് നേടിയിട്ടുള്ളത്. ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് എൽ ഡി എഫിന് അവിടെ ജില്ലാ പഞ്ചായത്തിൽ ഭരണം ലഭിക്കേണ്ടി വന്നത്. അങ്ങനെ മിക്ക ജില്ലാ പഞ്ചായത്തുകൾ എടുത്താലും എൽ ഡി എഫിന് ഒരു സീറ്റുകളുടെയൊക്കെ അധികമായി ലഭിച്ചതിൻ്റെ പേരിൽ ഭരണം ലഭിച്ച ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ട്. കാസർഗോഡൊക്കെ എടുത്താൽ അങ്ങനെ ഒരു സീറ്റിൻ്റെ ഒക്കെ പിൻബലത്തിൽ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ ജില്ലാ പഞ്ചായത്തുകളൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ മാതൃഭൂമിയുടെ ആ പ്രവചനം തെറ്റാണ് എന്ന് വ്യക്തമാകും. അവിടെ യു ഡി എഫ് കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം നടത്തുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിശകലനം തന്നെയാണ് എന്നെ സംബന്ധിച്ചുള്ളത്. എൽ ഡി എഫിനേക്കാൾ അത്രത്തോളം സീറ്റുകൾ നേടുവാൻ കഴിയില്ലെങ്കിലും ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്ന സീറ്റുകളൊക്കെ, ആകെ 14 സീറ്റാണ് തിരുവനന്തപുരത്തുള്ളത്, ഏകദേശം എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന സീറ്റുകൾ അവിടെ പിടിച്ചേക്കാം എന്ന ഒരു നിഗമനം തന്നെയാണ് എനിക്കുള്ളത്. മിക്ക മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് അവരുടെ വിശകലനങ്ങൾ വെച്ചു പുലർത്തുന്നത്. പക്ഷേ ചില മാധ്യമങ്ങൾ അവരുടെ പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫിന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകളൊന്നും കിട്ടില്ല എന്ന പ്രവചനം നടത്തുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തുകൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മിക്കപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ മണമ്പൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായാൽ അവിടെ ഒരിക്കലും കോൺഗ്രസ് ജയിച്ച് പാരമ്പര്യമില്ലാത്ത ആ സീറ്റൊക്കെ 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നബീൽ കല്ലമ്പലം പിടിച്ചെടുക്കുന്നത്. അതുപോലെ സുധീർ ഷാ പാലോട്, ഗോപു നെയ്യാർ, അങ്ങനെ ഒരുപാട് നേതാക്കൾ എൽ ഡി എഫിൻ്റെ കുത്തക സീറ്റുകൾ പിടിച്ചെടുത്ത് ഒരു പാരമ്പര്യം ഈ ഇലക്ഷനിൽ അവിടെ നിന്നുണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ വസ്തുതകൾ വെച്ച് കണക്കൂട്ടുമ്പോൾ വ്യക്തമാകണം. അതായത് ആ അഡ്വാൻറ്റേജ് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് ലഭിക്കും. പ്രത്യേകിച്ച് യുവ നേതൃനിരയെ അവർ പരീക്ഷിക്കുവാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പഴയ കുറേ ആളുകൾ ഇപ്പോഴും മത്സരിക്കുവാൻ തയ്യാറായിട്ട് ഇങ്ങനെ കോപ്പുകൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ശക്തൻ, തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ്, അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനായിട്ട് ഇങ്ങനെ ധൃതി പിടിച്ച് നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഡി സി സി പ്രസിഡന്റായി ഇരുന്നാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുവാൻ സാധ്യതയില്ല. അതുപോലെ പാലോട് രവി, അദ്ദേഹം എങ്ങനെയെങ്കിലും ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളാണ്. കാരണം ഡി സി സി പ്രസിഡന്റ് ഒരു പക്ഷേ സീറ്റ് കൊടുത്തേക്കില്ല എന്ന ഒരു ചർച്ചകൾ കോൺഗ്രസിനകത്തുള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ ഇപ്പോൾ മത്സരിക്കുവാൻ വേണ്ടി ധൃതി കൂട്ടുന്നുണ്ട്. അവരെയൊക്കെ ഒഴിച്ചു നിർത്തി ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ച ആളുകളെയൊക്കെ പരീക്ഷിച്ചാൽ കോൺഗ്രസിൻ്റെ നില തിരുവനന്തപുരം ജില്ലയിൽ മെച്ചപ്പെടും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. കോൺഗ്രസ് സി പി എമ്മുമായിട്ട് അടുത്ത സീറ്റുകൾ തന്നെ ഒക്കെ ഏകദേശം പിടിക്കും. ഏകദേശം 7-6 എന്ന രീതിയിലൊക്കെ തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രകടനമുണ്ടാകും. ഒരു സീറ്റ് ഒരുപക്ഷെ എൻ ഡി എക്ക് നേടിയേക്കാം എന്നൊരു വിലയിരുത്തലുണ്ട്. കാരണം ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന വട്ടിയൂർക്കാവിൽ കൂടി
BJP ലീഡ് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. പക്ഷേ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വരുമ്പോൾ ആ ചിത്രം മാറും. അവിടെ ഒരുപക്ഷെ UDFO LDFO നേടുവാൻ സാധ്യതയുണ്ട്. കാരണം മുരളീധരനാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ അവിടെ UDF LDF ഡയറക്റ്റ് ഫൈറ്റ് തന്നെ നടക്കും. കാരണം പ്രശാന്താണ് അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം മികച്ച പ്രവർത്തനമാണ് ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല. അത് LDFന് BJPയെ കവച്ചു വയ്ക്കുവാൻ കഴിയും, അല്ലെങ്കിൽ UDFന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ അഡ്വാൻറ്റേജ് മറികടക്കുവാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് നമ്മൾ സംസ്ഥാനത്ത് ആകമാനം വിലയിരുത്തുകയാണെങ്കിൽ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതൊഴിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടിയാണ് എന്ന് വ്യക്തമാകുകയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 11ഓളം നിയമസഭാ സീറ്റുകളിൽ അവർ വോട്ടിംഗ് നിലയിൽ ഒന്നാമതെത്തിയിരുന്നു. തിരുവനന്തപുരത്ത് 5 സീറ്റ്, അതുപോലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 6 സീറ്റ്, സുരേഷ് ഗോപി ജയിച്ച 6 സീറ്റ്, അവിടെ ചാവക്കാട്, ഗുരുവായൂർ ഒഴിച്ച് ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും BJP ആണ് ലീഡ് ചെയ്തത്. ഗുരുവായൂർ മുരളീധരൻ ലീഡ് ചെയ്തത്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ BJP ആകെ 2 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്തത്. അത് രണ്ടും തിരുവനന്തപുരത്താണ്, നേമവും വട്ടിയൂർക്കാവും. അത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അത് നേമം മാത്രമായിട്ട് അവശേഷിക്കുവാനാണ് സാധ്യത. വട്ടിയൂർക്കാവിലെ ലീഡ് അവർക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിലുമൊക്കെ BJPക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റി അത് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. 25 സീറ്റുണ്ടെങ്കിലും CPMും LDFും UDFും ഒന്നിച്ചു നിന്ന് സ്വതന്ത്രന്മാരുടെ പിന്തുണയുണ്ടെങ്കിൽ അവിടെ BJPക്ക് അധികാരം ലഭിക്കുവാനുള്ള സാധ്യത ഇല്ല എന്ന വിശകലനം വരികയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ BJPക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുടെ ഒരു അധ്യായമാണ് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ 2 ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരുന്ന BJPക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തെ മാത്രമേ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാസർഗോഡ് നിന്ന്, തിരുവനന്തപുരത്ത് ജില്ലയിൽ നിന്ന് അവർക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറുമില്ല എന്ന ഒരു വസ്തുത കൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കും എന്ന ഒരു വാശിയിൽ വന്ന BJPക്ക് തൃശ്ശൂരിൽ 2 കോർപ്പറേഷൻ കൗൺസിലർമാരെ അധികമായി നേടുവാനേ കഴിഞ്ഞിട്ടുള്ളൂ. അതിലൊന്ന് ടോസിട്ടാണ് എന്നാണ് വാർത്തകൾ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന ഒരു വാശിയിൽ വന്ന സുരേഷ് ഗോപി അവിടെ കാലിടറുന്ന കാഴ്ചകളാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വാഗ്വാദങ്ങളും അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളുമൊക്കെ പൊള്ളയായിരുന്നു. അത് ജനങ്ങൾ വിശ്വസിച്ചില്ല എന്ന് തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ തൃശ്ശൂരിൽ BJP ആദ്യമായി തുടർന്ന ലോക്സഭയിലെ അക്കൗണ്ട്, കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ തുടർന്ന അക്കൗണ്ട് അത് അടുത്ത തവണ പൂട്ടും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് വരുന്നത്. നേരത്തെ നേമത്തും പൂട്ടിയതുപോലെ പൂട്ടപ്പെടും എന്നതാണ് വസ്തുതയായി വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോഴും BJP മേയർ അധികാരമേൽക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അവിടെ പാറ്റൂർ രാധാകൃഷ്ണൻ അദ്ദേഹം മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും, സ്വതന്ത്രൻ മത്സരിക്കും, LDFും UDFും പിന്താങ്ങും എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി വിട വാങ്ങിയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.